ഇന്ന് ഞാൻ ബീഫ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു റെസിപ്പി ഏതറിയാത്തവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു രീതിക്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ. ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ഇതിപ്പോൾ 1/2 കിലോ ബീഫാണ് കേട്ടോ ഞാൻ എടുത്തത്. അതൊന്ന് നല്ലോണം ക്ലീൻ ആക്കി വെക്കുക. വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് കഴുകാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഞാനൊരു 8 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൂട് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടോ. ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിനേക്കാട്ടും കൂടുതൽ ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ല് ഭാഗവും അതുപോലെ തന്നെ കക്കു അതുപോലെ തന്നെ ഇറച്ചി എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. 1/2 കിലോ ബീഫാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കിലോ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചതുക്കി വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു കൂട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വലിയുള്ളി ഒരു 3 വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും മസാല. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ 2.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. മുളക് പൊടി കൂടി പോവരുത് കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. എന്നിട്ട് ഇത് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഞെരടുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ആ ഒരു മസാല അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ വലിയ ഉള്ളിയൊക്കെ ഈ ഒരു ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിനൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വെള്ളം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം ഉള്ളിൻ്റെ അകത്തുനിന്നും അതുപോലെ തന്നെ ബീഫിൻ്റെ അകത്തുനിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലടിക്കുന്ന സമയത്ത് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഓരോ കുക്കറിനും ഓരോ വേവായിരിക്കും. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ അവിടുന്ന് വിസിലടിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു പിടി തേങ്ങാക്കൊത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഞാൻ കാശ്മീരി മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ മറ്റേ സാധാ വറ്റൽ മുളകാണുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതാകുമ്പോൾ ഒന്നും കൂടി കളർ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ ഇത് ഒന്ന് നല്ലോണം മൂത്ത് വന്നോട്ടെ. അപ്പം വേവിച്ച് വെച്ച ഒരു ബീഫില്ലേ നേരത്തെ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വെള്ളം നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. നമ്മൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെള്ളം ഒന്ന് വറ്റി വന്നോട്ടെ. കുറച്ച് നേരം തന്നെ ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. കുറച്ചൊന്ന് വറ്റിന്ന് കണ്ടാൽ നമുക്ക് ഇറച്ചി മസാലപ്പൊടിയില്ലേ അത് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ അതിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ ഓർഗാനിയോ അല്ലെങ്കിൽ പിന്നെ കസൂരി മേത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബീഫ് കറിക്ക് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി നല്ലോണം വറ്റിച്ചെടുക്കട്ടെ. നല്ല വറ്റിയ പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ലാസ്റ്റ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബീഫ് കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ.